ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല കൊണ്ടൊരു ചോക്ലേറ്റ് ജാമാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വെള്ളക്കടല, ഷുഗർ, സൺഫ്ലവർ ഓയിൽ, കൊക്കോ പൗഡർ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഈ കടലയിലോട്ട് ഇട്ട് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ട് സാവകാശം ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുക. കടലയായിരുന്നു ഇത് വറവായിരുന്നത്. വറവ് ഏറിയാൽ കഴിക്കും, അതുകൊണ്ട് ആ പാകത്തെ ഇത് വറുത്തെടുക്കണം. നമ്മൾ കടല വറവായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇത്. എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം. ജാറെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിയുടെ ജാറിനൊരു നനവ് ഉണ്ടാകാൻ പാടില്ല. നനവുണ്ടായാൽ ഉണ്ടാക്കുന്ന ഈ സാധനം കേടുവരും. ഇത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നനവും ഇതിൻ്റെ ഉള്ളിൽ പാടില്ല. ഞാൻ തുടച്ച് വൃത്തിയാക്കിയ മിക്സിയുടെ ജാറാണ്. എന്നിട്ട് അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഷുഗർ നല്ല പൊടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കടല ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. പൊടിഞ്ഞിട്ടില്ലെങ്കിൽ അരിച്ചെടുക്കണം. ഈ ജാറിലാണ് ഞങ്ങൾ പിന്നെ പൊടിച്ചത്. ഞങ്ങൾ വലിയ ജാറിൽ പൊടിഞ്ഞില്ല. ഇത് ഒന്ന് തരിച്ചെടുക്കാം. നല്ല പോലെ ഫൈനായി പൊടിച്ച് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറെ മിക്സിയിലേക്ക് മാറ്റാം. വലിയ ജാറിലായത് കൊണ്ട് തന്നെ അത് പൊടിയാഞ്ഞത്. ഈ ജാറിൽ പൊടിച്ചാൽ ഫുള്ളായിട്ട് പൊടിഞ്ഞു. ചെറിയ ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പൊടിക്കാൻ. ഇപ്പോൾ ഫൈനായിട്ട് പൊടിഞ്ഞു വന്നു. തരിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ആദ്യം ഞങ്ങൾ വലിയ ജാറിലെടുത്തപ്പോൾ പൊടിച്ചപ്പോൾ തരിക്കേണ്ട ആവശ്യം വന്നു. ഇതിൽ തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വലിയ ജാറിലോട്ട് മാറ്റാം. ഇത് വലിയ ജാറിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് ചോക്ലേറ്റ് പൗഡർ ഇട്ട് കൊടുക്കുക. ഈ ഒരു ബൗളിന് 3/4 ഞങ്ങൾ ചോക്ലേറ്റ് പൗഡർ എടുത്തത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. വാനില എസൻസ് ഉള്ളവർ അത് ഒഴിക്കുക, അല്ലാത്തവർക്ക് ഇത് ഇട്ടാൽ മതി. നമ്മൾ 3/4 കപ്പാണ് സൺഫ്ലവർ ഓയിൽ എടുത്തത്. ഇത് ലേശം പാർന്ന് അടിച്ചു നോക്കുക. ഓയിൽ തേഞ്ഞിട്ടില്ല, അതുകൊണ്ട് ലേശം കൂടി ഓയിൽ പാർന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ബട്ടർ ഉപയോഗിക്കുന്നവർക്ക് ബട്ടർ ഉപയോഗിക്കാം. ഞങ്ങൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്, ഞങ്ങളുടെ ഓയിലുള്ളൂ. നമ്മൾ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്തായിക്കണം നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി ന്യൂട്ടല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. കുട്ടികൾക്ക് ചോക്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എന്നാണ്. ഈ ബൗളിൽ തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ന്യൂട്ടല ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് കൊടുക്കാൻ, മക്കൾക്കാണല്ലോ നമ്മളിതൊക്കെ റെഡിയാക്കി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.